നമസ്കാരം. നിങ്ങൾ എല്ലാവരും ആദ്യത്തെ മൂവി അഭിനയിച്ച ആൾക്കാരല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർത്ത് ഒരു എക്സ്പീരിയൻസ് പറയാം. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അനുഭവമാണ് വാസ്തവത്തിൽ. വലിയ പ്രശസ്തരായ നടീനടന്മാരില്ലാതെ അകപ്പാടെ ചെമ്പിലശോകനും ചെമ്പിലശോകനും പ്രമോദും വെളിനാട് പ്രമോദും ഒക്കെയാണ് അങ്ങനെ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു അനുഭവമാണ്. ഇപ്പം ഡോക്ടർ ബിനോയുമായിട്ട് ചേർന്നിട്ട് ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ ഞങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഒരു പ്രമേയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പരിസ്ഥിതി സംരക്ഷണമാണ് ഇതിന്റെ അടിസ്ഥാന പ്രമേയം. അത് കുട്ടനാട്, നമ്മളുടെ പശ്ചിമഘട്ടം, ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ചെമ്പിലശോകൻ ചേട്ടന് ടൈറ്റിൽ റോൾ ചെയ്ത ഒരു മൂവിയായിരുന്നു ആദിച്ചായി എന്നുള്ള പേര്. അദ്ദേഹത്തിന്റെ മകനായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി. അഖിലാദെന്നുള്ള മൈത്രേയൻ എന്നുള്ള ഒരു കഥാപാത്രത്തെ പശ്ചിമഘട്ടത്തില് ജീവിക്കുന്ന ഒരു നോക്കുക. അവിടുത്തെ ആ ഒരു ജീവിതം പച്ചയായി കാണിക്കുന്നുണ്ട്. അതിനകത്ത് പ്രകൃതി സംരക്ഷണവും പശ്ചിമഘട്ട സംരക്ഷണവും കുട്ടനാടിന്റെ സംരക്ഷണവും ആ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള ഒരു മൂവിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു സ്ഥിരം ക്ലീഷേ പോലെ വില്ലൻ ഹീറോ എന്നുള്ള ഇതിലായിരിക്കത്തില്ല. എന്നാലും ഈ പല ആൾക്കാരും പ്രകൃതിക്കെതിരെ അല്ലേ, ശരിയാ. ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രസക്തി ഏറുമായിപ്പോ നമ്മളിപ്പോ അറിയാമല്ലോ, പല ദുരന്തങ്ങളും നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമയുടെ പ്രസക്തി ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. കാലഘട്ടത്തിൽ മാത്രമല്ല, ഇതൊരു പ്രകൃതി ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശരിയാണ്. ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു പ്രസക്തി. കാരണം എന്നും പ്രകൃതിയുടെ മേൽ ഇങ്ങനെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് വികസനം എന്ന് പറഞ്ഞാണ് വാസ്തവത്തിൽ ഈ ചൂഷണങ്ങൾ നടക്കുന്നത്. മാത്രമല്ല, ഈ പടത്തില് ഈ കുട്ടനാടൻ മേഖലയുടെയും ഹൈറേഞ്ചിന്റെയും വിഷ്വലുകള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും ക്യാമറ വർക്ക്. തിയേറ്ററിൽ വെച്ച് കണ്ടാല് അതിന് ആ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഈ മൊബൈൽ ഫോണിലോ അങ്ങനെ ഒന്നും കണ്ടാൽ അതിന്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. സൗന്ദര്യത്തോട് കാണുന്നത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുന്നു. തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു, തിയേറ്ററിൽ ഇതുവരെ ഒരു പുതിയ അനുഭവമായിരിക്കും തിയേറ്ററിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയം മുഖങ്ങളെ മാത്രം വെച്ചെടുക്കുക, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട്. പക്ഷേ ഡയറക്ടർ സാറിനറിയായിരിക്കും പറയുന്ന ഒരു നമ്മൾ പുതിയതായിട്ട് അഭിനയിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല. വളരെ നാച്ചുറലായിട്ട് നമ്മൾ ഇതിനകത്ത് ജീവിക്കുമായിരുന്നു. ഇതിലൊരു സിനിമ ചെയ്യാന്നുള്ള ഒരു തോന്നലാണ്. നമ്മൾ എല്ലാവരും കൂടെ ഒരു ടൈം പോലെ ഒരു പ്രവർത്തനമായിരുന്നു. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു പ്രകൃതി സംരക്ഷണം ഉണ്ടല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിലൊന്ന് വിനിയോഗിക്കാനും അതൊരു അവസരമായി ഈ ഷൂട്ട് മുൻപോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സജോജയുടെ ഒരു കഥാപാത്രമുണ്ട്. വാസ്തവത്തിൽ ഈ കർഷകനെ ഏൽക്കുന്ന ദുരന്തം അത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നുള്ള ഒരു ദുരന്തം അനുഭവിച്ച ഒരു കഥാപാത്രമാണ്. ഏറ്റവും നല്ല കർഷകന്റെ അവാർഡ് കിട്ടിയ ഒരാള്. എനിക്കതിനെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ മൂവിയെ കുറിച്ച് ഇതുവരെ കൂട്ടുപറിക്കാത്ത ഞാൻ ഒരു കർഷകനായിട്ട് അഭിനയിച്ചു എന്നുള്ളത് സന്തോഷത്തിന്റെ ഒരു കാര്യമായിരുന്നു. ചേട്ടനായിട്ടുള്ള ശേഖരൻ എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അവാർഡ് ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള അവാർഡ് മേടിച്ച ഒരു വ്യക്തി കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാമൂഹിക അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കർഷകനെ കരുതാതിരിക്കുകയും കർഷകനെ എങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കർഷകന്റെ അധ്വാനത്തെ അറിയില്ല. അവർക്ക് മാസാമാസം കിട്ടുന്ന കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നു. കർഷകനെ ഇവരുടെ കയ്യിൽ നിന്ന് എന്തുകൂടെ കൂടുതൽ മേടിക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് പലപ്പോഴും. ഇല്ല, അതിന്റെ കൂടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെയും കാണിക്കുന്നുണ്ട്. അവരെണ്ണത്തിൽ കുറവായിരിക്കും, അവരൊറ്റപ്പെടുന്നുണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആരെ ഫേവർ ചെയ്യുന്നു, കർഷകർക്കും സാധാരണ ജനങ്ങൾക്കും ഗുണകരമാകുന്ന ഒരു സിറ്റുവേഷനും സംവിധാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം. അതല്ല, ഇത്തരം വിഷയങ്ങൾ ഇന്ന് സിനിമയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മനുഷ്യന്റെ സിനിമ എപ്പോഴും സ്പോക്കായിരിക്കണമെന്ന് ഏതോ വലിയ സിനിമ നിരൂപകർ പറഞ്ഞിട്ടുണ്ട്. കാരണം സമൂഹത്തിന് നേരെ നമ്മൾ ഒരു സമൂഹത്തെ ചിന്തിപ്പിക്കുന്ന കാര്യത്തിൽ സിനിമ
അല്ലാതെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്നതല്ല സിനിമ. സിനിമ കണ്ടു കഴിയുമ്പോൾ അവൻ ചിന്തിക്കണം, ഒരു പ്രേക്ഷകൻ ചിന്തിക്കണം. സിനിമ നമുക്കൊരു മാറ്റം, അവന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ ഈ സിനിമ തീർച്ചയായിട്ടും സാധിക്കുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ നമ്മൾ പൂർണ്ണമായിട്ടും ജസ്റ്റിസ് കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇന്നത്തെ കാലത്ത് പലപ്പോഴും കമേഴ്ഷ്യൽ സിനിമകളാണ് ആളുകൾ കൂടുതലും എടുക്കാൻ താല്പര്യപ്പെടുന്നത്. കാരണം അത് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലത്തെ സിനിമകൾ ഇറങ്ങുന്ന സിനിമ മനുഷ്യന്, ആളുകൾക്കും സമൂഹത്തിനും ഒരു സന്ദേശം പറയുന്നത് ഒരു ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ്. അക്കാര്യത്തിൽ നമ്മുടെ ഡയറക്ടറിന് ശരിക്കും അർഹിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതാണ്. സമൂഹത്തിന് സംവിധായകൻ എന്താ പറയാനുള്ളതെന്ന് സിനിമയിൽ കൂടി ആവിഷ്കരിക്കുന്നതാണ് യഥാർത്ഥ സിനിമ. ആ കാര്യത്തില് സംവിധായകൻ 100% വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആതുര സേവന രംഗത്ത് നിന്നും അദ്ദേഹം പ്രകൃതി സ്നേഹിയായി മാറുകയാണ് ഈ സിനിമയിലൂടെ. സിനിമയുടെ ആ ഒരു സ്ട്രെങ്ത് വളരെയാണ്. അപ്പൊ അതിൽ ഈ ഒരു സിനിമ പ്രധാന വേഷം ചെയ്ത് വിജയ് പിന്നെ ആദർശരംഗത്ത് തന്നെയുള്ള ആളാണ്. വാസ്തവത്തിൽ ശരിക്കും ആതുര സേവകർ എല്ലാം കൂടെ ചേർന്ന് പ്രകൃതിയെ സിനിമയുടെ നെടുന്തൂണുകൾ രണ്ടുപേരും അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ അതിനു മുമ്പേ അത്യാവശ്യം കൃഷിയും പ്രകൃതി സംരക്ഷണവും ബേർഡ് വാച്ചിങ്ങും പരിപാടികളായിട്ട് ഇങ്ങനെ അവിടെ നടക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഒരു പക്ഷേ ബിനോയ് സാർ എന്നെ തെരഞ്ഞെടുത്തതിന്റെ ഒരു കാരണം തന്നെ അതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് ജീവിക്കുമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കും ആ ഒരു മേഖലയിൽ, അത്തരം ചില മേഖലയിലായിരുന്നു ഞാൻ ഇൻവോൾവ് ചെയ്തത്. അതുകൊണ്ട് ഈ സിനിമ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ എന്നുള്ള ഒരു വലിയ ആഘോഷത്തിനകത്തല്ല, ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലായിരുന്നു. അതുതന്നെയാണ് അച്ഛൻ പറഞ്ഞ ഒരു കൂട്ടായ്മയായിരുന്നു. ഈ കൂട്ടായ്മയുടെ അനുഭവം ഓഡിയൻസ് ഇത് ഏറ്റെടുക്കേണ്ടതാണ്. കൂട്ടായ്മയുടെ അനുഭവം ഏറ്റെടുത്തോളും. എനിക്ക് അനുഭവം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഷൂട്ട് കടന്നു പോകുന്ന ഓരോ ദിവസം നമ്മൾ തന്നെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ, പ്രകൃതിയെ നമ്മൾ നേരിടേണ്ടത് എങ്ങനെയാണ്, അല്ല അതിനെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നും അറിയില്ല. ശരിക്കും ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ ഇതിനകത്തോട്ട് ഇൻവോൾവ് ആകുമായിരുന്നു. തീർത്തും ആത്മാർത്ഥതയോടെയാണ് എല്ലാവരും. അല്ലാതെ ഒരു സിനിമ ജോലി ചെയ്യുന്നു ആ ഒരു ഒറ്റ ചിന്തയില്ല. അതിലേറെ എനിക്ക് തോന്നുന്നത് ഒരു പെട്ടെന്നൊരു സമയത്ത് തന്നെ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ പുതിയതായിട്ട് ആക്ച്വലി കിട്ടാനായിട്ട് സാധിച്ചു. ഈ മേഖലയിലുള്ളവരുടെ ഒരുപാട് വ്യത്യസ്ത മേഖലയിലുള്ള ആൾക്കാരാണ് പരിചയപ്പെടാൻ സാധിച്ചു. എന്നാൽ ഇതിന്റെ വേറെ പ്രത്യേകത എനിക്ക് തോന്നുന്നത്, നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ ഉള്ള മറ്റാളുകളുടെ ഒരു സഹകരണം ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു തീം ഇതായതുകൊണ്ട് തന്നെ പ്രകൃതി ചിലപ്പോൾ നമ്മളെ കനിഞ്ഞനുഗ്രഹിച്ചു എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാരുടെ സഹകരണം ഉണ്ടായിരുന്നു. അത് ഒരുപാട് വലിയൊരു അനുഗ്രഹമാണ്. പെട്ടെന്ന് നമ്മുടെ ഷൂട്ട് തീരാനും സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതിനും. സിനിമാ മേഖലയിൽ ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് എക്സ്പോഷർ ഉള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നണി പ്രവർത്തനത്തിന്റെ കഷ്ടപ്പാടും അവരനുഭവിക്കുന്ന ഒരു സാക്രിഫൈസിനെ പറ്റി ശരിക്കും പറഞ്ഞ ഒരു വലിയ റെവലേഷനാണ് എനിക്ക് ഉണ്ടാക്കിയത്. കാരണം ഇതിനെപ്പറ്റി നമുക്കറിയാം, നമ്മള് ഞാൻ ഈ സിനിമ ബുദ്ധിമുട്ടൊന്നും കാണാൻ സ്ക്രീനെ കാണുന്നില്ലായിരുന്നു. വളരെ എന്താ പറയുക, അനുഭവ സമ്പത്തുള്ള നടനെ പോലെ തന്നെ. അതെ, നമ്മൾ ഇപ്പം ഒരുപക്ഷെ ഞാൻ സിനിമ മുമ്പ് കണ്ടതും ഈ വർക്കിന് ശേഷം സിനിമ കാണുമ്പോൾ ഒരുപാട് നമ്മുടെ മനസ്സിലൊരു മാറ്റങ്ങളുണ്ട്. കാരണം മുമ്പ് ഒരു സിനിമ ജസ്റ്റ് കണ്ടു തിരിച്ചു ഒരു റിവ്യൂ വളരെ കാഷ്വൽ ആയിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ പറയുന്നത്. പക്ഷെ ഇന്ന് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ഒരു കഷ്ടപ്പാടിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് വന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ നിന്ന് എനിക്ക് ഉൾക്കൊണ്ട ഒരു പാഠം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ സിനിമ എടുത്തെന്ന് മാത്രമല്ല, ഇത് ലോകം മുഴുവൻ കണ്ടാൽ മാത്രമേ ഇതിന്റെ ഒരു സന്ദേശം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ജനങ്ങളുടെ എത്തത്തുള്ളൂ. കാരണം അവർ ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ പ്രകൃതി സംരക്ഷണത്തിനെ പറ്റി ഉള്ള ഒരു ബോധം വന്നാൽ മാത്രമേ ഒരുപക്ഷെ ഈ സിനിമ പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും വേറൊരു കാര്യം കൊണ്ടുണ്ട്, പുതിയ തലമുറയിലുള്ള കുട്ടികളെയൊക്കെ ഇത് കാണിക്കണം. അവരും നാളെ പ്രകൃതിയോട് സ്നേഹിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ ഇതുപോലുള്ള സന്ദേശങ്ങളുള്ള സിനിമകൾ കണ്ടേ പറ്റത്തുള്ളൂ. കാലഘട്ടത്തില് മനുഷ്യൻ പ്രകൃതിയായിട്ട് ഒത്തിരി മാറി നിൽക്കുന്ന കാലഘട്ടമാണ്. ഇത്തരം സിനിമകൾ ചിലപ്പം ചിന്തിപ്പിക്കും. പ്രകൃതിയെ ആവശ്യമാണ് മനുഷ്യന് ജീവിക്കാൻ. തീർച്ചയായിട്ടും പ്രകൃതിയും മനുഷ്യനും അടുത്ത് ഒരുമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടവർ തന്നെയാണ്. പക്ഷെ അതിനുള്ള ചിന്ത ഈ സിനിമ വാതച്ചായി എന്ന് പറയുന്ന സിനിമ നൽകിയിരിക്കും. ഈ ചിത്രം കാണുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ സന്ദേശം ഉറപ്പായിട്ട് എത്തും. കാരണം
വെറുതെ നമ്മൾ കുറെ എന്താ പറയുക സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയുള്ള സിനിമ മാത്രമല്ല, എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ കഥയുണ്ട്. അതെ, കഥയുണ്ട്, നല്ല പാട്ടുകളുണ്ട്. പാട്ടുകളുണ്ട്, അങ്ങനെ നല്ല സീൻസ്. വില്ലനിസോ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആസ്വദിച്ച് മറ്റേതൊരു സിനിമയും കാണുന്നത് തന്നെ ആസ്വദിച്ച് നമ്മൾ കാണുമ്പോൾ അറിയാതെ അതിനോടൊപ്പം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് ഈ പറയുന്ന സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ചേർന്നു. ഇത്രയും നേരം നിങ്ങൾ ആദച്ചായ മൂവിയുടെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരുന്നത്. അപ്പൊ ഇനിയും ആദച്ചായ മൂവിക്ക് വിജയങ്ങൾ ആശംസിക്കുന്നു. മല്ലപ്പള്ളിയിലെ എക്സ്പീരിയൻസിൽ നിന്നും ജിയ. തെയ്തേതിനാരോ